ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. ചെറുതു പറയുമ്പോൾ അറിയാമല്ലോ, പക്ഷെ വെറുതെ ചില ചോദ്യം ചെയ്യുക എന്നതേ വരൂ. ഭഗവൻ പ്രസീദമേ, ഭഗവൻ പ്രസീദമേ, സുഹൃതമല്ലോ മമ ഭവൽ സംഗമമിപ്പോൾ. ശൈശവം കൊണ്ടു ചില കൗതുകമുണ്ടാകയാൽ വൈശിഷ്ട്യമേറും ഭവാനോടു ഞാൻ ചോദിക്കുന്നു. ദേശങ്ങൾ, സരിത്തുകൾ, ശൈലങ്ങൾ, സരസ്സുകൾ, ഗ്രാമങ്ങൾ, നാനാജനപദങ്ങൾ, നഗരങ്ങൾ, രാജ്യങ്ങൾ, അരണ്യങ്ങൾ എന്നിവയെല്ലാമൊക്കെ പൂജ്യനാം ഭവാൻ താനെ നടന്നു കണ്ടുതല്ലോ. ഭോജ്യങ്ങളിന്നതിക്കിലിന്നവയെന്നും പിന്നെ ത്യാജ്യങ്ങളിന്നതിക്കിലിന്നവയെന്നുമെല്ലാം അരുളി ചെയ്തിടേണമറിവാൻ തക്കവണ്ണം അരുണാധരി മന്ദമീ വണ്ണം ചോദിച്ചപ്പോൾ അരുണേതരകുലജാതനാകിയ പാർത്ഥൻ കരുണാരസപരവശമാനസനായി സന്തോഷ ബഹുമാന സ്നേഹ കൗതുകരാഗമന്താക്ഷ വാത്സല്യാനന്ദാകുല ദയാരസ പ്രണയ സുഖപരമാസ്തിക്യമോടു ചൊന്നാൻ ഗുണശാലിനിയോടു സകല വൃത്താന്തവും അന്യോന്യസല്ലാപവും ചെയ്തുമേ വീടും നേരം അന്യൂന കൗതൂഹലം പൂണ്ടു പുഞ്ചിരിക്കൊണ്ടു സന്യാസി തന്നെ നോക്കി പിന്നെയും സുഭദ്രയാം കന്യക സകൽഗതം മെല്ലവേ ചൊല്ലിടിനാൾ. അന്യായമല്ലോ രഹസ്സല്ലാപം നമ്മിൽ ഭവാൻ ധന്യനാകയാലേതും യോഗ്യമെന്നതേ വരൂ. അന്യമായിരിപ്പൊരു വൃത്താന്തം ചോദിക്കുന്നുണ്ടെന്നോടു പരമാർത്ഥമരുളി ചെയ്തിടേണം. ഖാണ്ഡവപ്രസ്ഥത്തിങ്കലെഴുന്നള്ളിയോ മമ പാണ്ഡവ മാതാവായ കുന്തിയേയുണ്ടോ കണ്ടു. എന്നുടെ പിതൃശ്വസാവാകുന്നതറിഞ്ഞിതോ മന്നവൻ യുധിഷ്ഠിരൻ തന്നെയുമുണ്ടോ കണ്ടു. സോദരന്മാരുമായി സ്വൈരമായി വാഴുന്നാനോ വായുനന്ദനായ ഭീമനു സുഖമല്ലി. ഫൽഗുനൻ അപരാധം പോക്കുവാൻ തീർത്ഥത്തിനു നിർഗമിച്ചിരിക്കുന്നതെന്നതോ കേട്ടുതല്ലോ. ഇക്കാലമേതു ദിക്കിൽ സഞ്ചരിക്കുന്നിതവൻ ദുഃഖിപ്പാൻ പാത്രമല്ല, ഭാഗ്യവാനല്ലോ പാർത്ഥൻ. അവനെയുണ്ടോ കണ്ടു കേട്ടിതോ വിശേഷങ്ങൾ വിവശഭാവത്തോടും ഈ വണ്ണം ചോദിച്ചപ്പോൾ അവളോടുര ചെയ്തു മന്ദഹാസവും പൂണ്ടു. പവനാത്മജ സഹോദരനാം വിജയനും ആര്യയാം കുന്തി കുരുക്ഷേത്രത്തിങ്കലും തത്ര സ്വൈരക്കേടില്ല വിശേഷിച്ചേതുമെന്നു കേട്ടു. ധർമ്മജന്മാവും അനുജന്മാരും ഇന്ദ്രപ്രസ്ഥം ധർമ്മേണ പരിപാലിച്ചിരിക്കുന്നിതു ബാലെ. ഭ്രാതാക്കന്മാരും കുന്തിയാകിയ ജനനിയും ഏതുമേ ധരിച്ചതിൽ അർജുന വിശേഷങ്ങൾ. ബാലികെ, ഞാൻ ഇന്നൊരു കിംവദന്തിയും കേട്ടേൻ. കാലം വൈകാതെ പരമാർത്ഥവും അറിഞ്ഞിടാം. രഹസ്യം ചൊല്ലിയിടരുതങ്കനമാരോടെന്നു മഹൽ സംവാദമെന്നാകിലും ഞാൻ ചൊല്ലിയിടുവൻ. ദ്വാരകാപുരം തന്നിൽ സന്യാസി വേഷം പൂണ്ടു മാരമാൽ കലർന്നിരിക്കുന്നിതു ധനഞ്ജയൻ. കൃഷ്ണ സോദരിയായ സുഭദ്ര തന്നിലതി തൃഷ്ണ കൊണ്ടിരിക്കുന്നോൻ അർജുനനെന്നു കേട്ടു. മന്ദാക്ഷഭാവം കൊണ്ടും പ്രേമാനുരാഗം കൊണ്ടും സുന്ദരി സുഭദ്രയും കുമ്പിട്ടാളപ്പോൾ തന്നെ കാൽവിരൽ കൊണ്ടു ഭുവി വരച്ചുടൻ
കോൾമയിർ കൊണ്ടു ചറ്റു വിറച്ചു വിറച്ചേറ്റം നിൽക്കുന്ന സുഭദ്രയിൽ ചെല്ലുന്ന ചിത്തം തന്നെ നിൽക്കുന്നു വിലക്കിട്ടു പിന്നെയും ചൊന്നാൻ പാർത്ഥൻ. ഞാൻ തന്നെ ധനഞ്ജയനാകുന്നതറിക നീ താൻ തന്നെ വരിക്കേണമെന്നെയെന്നറിഞ്ഞാലും. പിന്നെ പോയി ലതാഗൃഹം ബുക്കിതു ധനഞ്ജയൻ കന്യക സുഭദ്രയും മന്മഥാതുരയായാൾ. ശില്പമായിരിപ്പൊരു പുഷ്പതൽപ്പത്തിന്മേൽ ചെന്നത്ഭുതാംഗിയും വീണു മോഹിച്ചാളതു നേരം. കന്യകാഗ്രഹത്തിങ്കലുണ്ടായ വൃത്താന്തങ്ങൾ അർണോജനേത്രൻ ദിവ്യ ചക്ഷുസുകൊണ്ടു കണ്ടാൻ. പത്മസംഭവയാകും വിദർഭപുത്രിയായ രുക്മിണി തന്നെ നിയോഗിച്ചിതു ഭഗവാനും. ഭിക്ഷുവിൻ ഭിക്ഷാർത്ഥമായി അന്നു തൊട്ടർജുനനും ഭക്ഷ്യഭോജ്യാദികളിൽ വൈരാഗ്യമുണ്ടായി വന്നു. സ്വസ്ഥയല്ലാതെ വന്നു ഭദ്രയാം സുഭദ്രയും എത്രയും കൃശാംഗിയായി വിവർണവദനയായി ശോകചിന്താതി കൊണ്ടു നിശ്വാസമുണ്ടാകുകയും ഭോഗസാധനങ്ങളിൽ വൈമുഖ്യമേറുകയും രാപ്പകൽ കിടക്കുന്നു ബാഷ്പവും വാർത്തു വാർത്തു കോപ്പുകൾ കണ്ടു മകളോടു ദേവകി ചൊന്നാൾ. ദുഃഖിക്ക വേണ്ട ബാലേ, കൈക്കൊള്ളുക ധൈര്യമിപ്പോൾ, ഉൾക്കാമ്പിൽ നനച്ചവയൊക്കവേ സാധിപ്പിപ്പൻ. രാമകൃഷ്ണന്മാരോടു ഞാൻ പറഞ്ഞിനി നിന്റെ കാമത്തെ വരുത്തുവനില്ല സംശയമേതും. ഇത്തരം പറഞ്ഞവൾ ദുഃഖവുമൊട്ടു പോക്കി സത്വരം വസുദേവരോടു ദേവകി ചൊന്നാൾ. വസുദേവനും പുനാരാഭുവനക്രൂരനും വസുദേവാത്മജനാം കൃഷ്ണനും സാത്വികനും ഉഗ്രസേനനും ശിനിഗതനും ഒരുമിച്ചു രുക്മിണി സത്യഭാമ രോഹിണി ദേവകിയും ഒന്നിച്ചു പുരോഹിതൻ തന്നെയും കൂട്ടിക്കൊണ്ടു നന്നായി നിരൂപിച്ചു കൽപ്പിച്ചു വിവാഹവും. ഉദ്ധവർത്താനും ബലഭദ്രരും അറിയാതെ സത്വരം കഴിക്കണം അതിനുണ്ട് ഉപായവും. അന്ധകാന്തകന്തനിക്കുത്സവം ഉണ്ടാക്കേണം അന്തർദ്വീപത്തിങ്കൽ നാം 4-ാം നാൾ പോകവേണം. പുത്രമിത്രാദി കളത്രങ്ങളോടൊരുമിച്ചു ചിത്രമായി ചാതുർവർണ്ണ്യത്തോടെ പോകയും വേണം. പുഷ്പബാണാരിതനിക്കത്ഭുത മഹോത്സവം 34 ദിവസത്തിനു വേണം താനും. കൃഷ്ണരാമക്രൂരപ്രത്യുമ്ന സാത്യക മുഖ്യവൃഷ്ണികളൊക്കത്തക്ക വിക്രമത്തോടും കൂടി തോണികൾ ചങ്ങാടങ്ങൾ വഞ്ചികൾ പടവുകളാണു പോകാതെ വളർക്കപ്പലും പലതരം ആയതമിഴിമാരും ആയുധജാലങ്ങളും ആവോളം ഉപകരണങ്ങളും ദ്വിജന്മാരും പോവാനായി ഒരുമിച്ച നേരത്തു സുഭദ്രയും ദേവകീസുതനോടുമെല്ലവേ ചൊല്ലിടിനാൾ. 12 ദിനം ചെന്നു സന്യാസി വന്നിട്ടിപ്പോൾ ഭ്രാതാവേ വേണ്ടതു ഞാൻ എന്തരുൾ ചെയ്തിടണം. പ്രീതിയും വിനയവും ഭക്തിയും വിശ്വാസവും ഭീതിയും കുതുകവും ലജ്ജയും പൂണ്ടു നിൽക്കും സോദരി തന്നെ നോക്കി മന്ദഹാസവും ചെയ്തു സാദരം അരുൾ ചെയ്തു മാധവൻ തിരുവടി. എന്തൊന്നു സന്യാസിതൻ ചിന്തിതം എന്നാലതിനന്തരം വരാതെ നീ വശയായി വർത്തിക്കണം. എനിക്കും സന്യാസിക്കും ഇക്കണ്ട ബന്ധുക്കൾക്കും നിനക്കും കല്യാണമായി വരുമെന്നറിക നീ. സന്യാസി വരനിവനെന്നറിഞ്ഞില്ലേ നീയും. ചെന്നിനി ശുശ്രൂഷിച്ചിടന്നയച്ചിതു കൃഷ്ണൻ ചിത്രമാല്യാനോലോപനാംബര ആഭരണങ്ങൾ എത്രയും വളരെ സംഭരിച്ചു യദുക്കളും വിളിച്ചു പാഞ്ചജന്യം ഭഗവാനതു നേരം കളിച്ചു വിളിച്ചൊക്കെ പുളച്ചു പുറപ്പെട്ട. ഒളിച്ചു കൊണ്ടുപോവാനുറച്ചു കിരീടിയും മുളച്ച മനോരഥം ഫലിച്ചു സുഭദ്രയ്ക്കും. വിഭുതു തന്നെ വേറെ വിളിച്ചു കൊണ്ടു മധുരിപുതൻ അന്തർഗതം അഖിലം അരുൾ ചെയ്തു
പരിപാലിച്ചു കൊള്ളുക രാജ്യം നീ വഴി പോലെ വരുവൻ വൈകാതെ ഞാൻ എങ്കിലങ്ങനെ എന്നാൽ കൃഷ്ണനെ പുരസ്കരിച്ചൊക്കവേ പുറപ്പെട്ട വൃഷ്ണികൾ മഹോത്സവം പാലിപ്പാൻ അതുകാലം സുഭദ്ര തന്നെ മെല്ലെ വിളിച്ചു ചൊന്നാൻ പാർത്ഥൻ സുഭദ്രം ഭവിക്കേണം നമുക്കു മിനിബാലേ ജനകൻ ഭ്രാതാ മാതാ മാതുലൻ പിതൃഭ്രാത ഗുരുവന്നേവം കന്യാദാനകർത്തൃക്രമം നിന്നുടെ പുത്രാദികൾ പുത്രമിത്രാദിയോടും അർണവ മധ്യമേവും അന്തർദീപവും പുക്കാർ എന്നുടെ ബന്ധുക്കളും ഇവിടെ അടുത്തില്ല നിന്നോടൊന്നുണ്ടു പറയുന്നു ഞാനതുമൂലം ഗാന്ധർവ വിവാഹമഞ്ചാമതത്രയും മുഖ്യം കാന്തലോചനെ പുനരേതുമേ മടിക്കേണ്ട മന്ത്രതന്ത്രങ്ങളെല്ലാം അന്യോന്യരാഗം കൊണ്ടേ സന്ധിക്കും സന്ധതിയും എന്നല്ലോ ചൊല്ലി മനു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം